ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. പൃഥു എന്ന ചക്രവർത്തിയെക്കുറിച്ചാണ് മനവംശ വർണ്ണനയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭൂമിദേവിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന പൃഥുവിനെയും പൃഥുവിനോട് ക്ഷമായാചന നടത്തുന്ന ഭൂമിദേവിയെയും നമ്മൾ കണ്ടു. പൃഥുവിന്റെ അഭ്യർത്ഥന പ്രകാരം പശുവിന്റെ രൂപത്തിലായിരുന്ന ഭൂമിദേവിയുടെ അകിടിയിൽ നിന്നും ലോകത്തിലുള്ള എല്ലാ ഗോത്രങ്ങളും അവരവരുടെ കുലമുഖ്യരെ ഗോവത്സ രൂപത്തിലാക്കി തങ്ങൾക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കൾ കറന്നെടുത്തു. അതിൽ പൃഥു കറന്നെടുത്തത് എല്ലാവിധ ഔഷധ സസ്യജാലങ്ങളെയുമാണ്. തരിച്ചു ഭൂമിയായി കിടന്നിരുന്ന ഭൂമിയെ പൃഥു ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കി തീർത്തു. അപ്പോൾ എല്ലാവിധ ഔഷധ സസ്യജാലങ്ങളും ഫലവർഗ്ഗങ്ങളും സമൃദ്ധമായി ഭൂമിയിൽ വിളയാൻ തുടങ്ങി. അങ്ങനെ പൃഥുവിൽ നിന്നുമാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന നാമം ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.